ആനിമൽ രചന സൂര്യകാന്തി, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. സൂപ്പർമാൻ ചേട്ടോയ്. കാർത്തി ഒരു ഡ്രസ്സ് എടുക്കാൻ ടൗണിലേക്ക് വന്നേരായിരുന്നു അത്. അന്നേരമാണ് ഒരു കടക്കുമ്പിൽ നിൽക്കുന്ന ജിതിനെ കാണുന്നത്. ഒപ്പം ഇന്നാൾ കണ്ട മറ്റേ ചേട്ടനുമുണ്ട്. ലൈറ്റ് ബ്ലൂ ഷർട്ട്, ഒരു വെള്ളമുണ്ടാണ് അവന്റെ വേഷം. ആ മുഖത്തിന് വല്ലാത്തൊരു ഐശ്വര്യമാണ്. 100 വാട്ടിന്റെ ബൾബ് വിഴുങ്ങിയ പോലെ നിൽക്കുന്ന ജിതിൻ. ദൈവമേ, ഈ നിലവിളിക്കുന്ന ദിവസവും തിരിയിട്ട് കത്തിക്കാൻ എനിക്ക് തന്നെ തന്നേക്കണേ. കാർത്തു മനമുരുകി അങ്ങ് പ്രാർത്ഥിച്ചു. അത് തന്റെ ഒടുക്കത്തെ പ്രാർത്ഥനയാണെന്ന് അറിയാതെ തന്നെ. ആ മോളോ? ജിതിൻ പരിചയപാത്തിൽ അവളോടൊന്ന് ചിരിച്ചു. ആ ചിരി കാർത്തുവിന്റെ ആത്മാവിൽ അങ്ങ് കയറി കൊളുത്തി. ഇത് മറ്റേ ഹോട്ടലിൽ കിളിപോയ കേസല്ലേ? കൂടെ നിൽക്കുന്ന ഭാര്യയോടാണ് ചോദിച്ചെങ്കിലും കാർത്തു അത് വ്യക്തമായി കേട്ടു. കിളിപോയി തന്റെ... കാർത്തു ബാക്കി പൂരിപ്പിക്കാതെ ആറ് നോയി കണ്ണുരുട്ടി. ചേട്ടനെ പോലെ ഇത്രയും സൽഗുണ സമ്പന്നനായ മനുഷ്യന് ഇത്രയും നിർഗുണായ ഫ്രണ്ടിനെ എവിടുന്ന് കിട്ടി? കാർത്തു ജിതിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഡീ നിർഗുണം നിന്റെ... ഹരി വെളിച്ചപ്പാടായി. മിണ്ടാ നിൽക്കുന്ന ഹരി. ജിതിൻ ഹരിയൊന്ന് അടക്കി നിർത്തി. മോൾക്ക് സുഖല്ലേ? പിന്നെ അവന്മാർ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ? ജിതിൻ കാർത്തുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ് ഇല്ല, ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്നാ കേട്ടെ. കാർത്തു 32 വല്ലും പുറത്തിട്ട് ചിരിച്ചു കാണിച്ചു. ജിതിനും പതിയെ ചിരിച്ചു. അത്രയും സൗമ്യമായി. എന്ത് നല്ല മനുഷ്യനാ, പഞ്ഞുവിട്ടായി പോലൊരു മനുഷ്യൻ. കാർത്തുള്ളിൽ ചിന്തിച്ചു പോയി. അന്നേരം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഗാനം ഓടുന്ന പോലെ കാർത്തുവിന് തോന്നി. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ. അത് സ്വന്തം ചരമഗീതാണെന്ന സത്യ പൊട്ടിക്കൊട്ടും മനസ്സിലായതുമില്ല. ചേട്ടാ ഫേസ്ബുക്കിലില്ലേ? കാർത്തു പിന്നെയും ചോദിച്ചു. ഇല്ല. ഒറ്റവാക്കിൽ കണ്ണി ചിമ്മിക്കൊണ്ട് ജിതിൻ മറുപടി പറഞ്ഞു. അതെന്താ ഇല്ലാത്തേ? കാർത്തു തിരികെ ചോദിച്ചു. നിന്നെ പോലെ സകല കോഴികൾ അതിന്റെ ഉള്ളിലുണ്ടല്ലോ, അവന് സമാധാനം നഷ്ടപ്പെടുന്ന എഴുതിയിട്ടാ. ഹരിയാണ് മറുപടി കൊടുത്ത്. ഡോ, താൻ ഞാൻ എന്തോ ചെയ്യാൻ വന്ന്? താൻ കുറെ നേരം തുടങ്ങിയിട്ട്. കാർത്തു അംഗത്തിനുള്ള കച്ച മുറുക്കി. ഹരിയൊന്നും മിണ്ടാതിരിക്കടാ, കുറെ നേരം നീ തുടങ്ങിയിട്ട്, കൊച്ചു പിള്ളേരെ പോലെ. ജിതിൻ അവനെ ഒരിത്തിരി തന്റെ പുറകിലേക്ക് നീക്കിർത്തിക്കൊണ്ട് പറഞ്ഞു. നീ ആദ്യം അടക്കാകുരിയോട് വാടക്കാൻ പറ. ഹരി കാർത്തുവിന്റെ നേരെ വിരച്ചുകൊണ്ടി. എനിക്ക് സ്മാർട്ട് ഫോണൊന്നുമില്ല മോളെ. ജിതിന് എങ്ങനെയെങ്കിലും കാർത്തുവിനെ പറഞ്ഞു വിടാനുള്ള വഴി നേടുകയായിരുന്നു. എന്നാ ഫോൺ നമ്പരെങ്കിലും? ആ പറഞ്ഞൂട്, നിന്റെ മനസ്സമാധാനം പൊക്കോട്ടെ. ഹരിയാണ്. ഇനി ഒരിക്കൽ കാണുമ്പോൾ തരാം മോളെ. ജിതിന് എങ്ങനെയും കാർത്തുവിന്റെ അടുത്ത് തടി തപ്പിയാൽ മതിയെന്നായിട്ടുണ്ട്. ജിതിന് അങ്ങനെ പെൺകുട്ടികളോട് സംസാരിക്കാൻ പൊതുവെ മടിയാണ്. ഇന്ന് അവരൊരു പെൺകുട്ടിയെ പോലും അവൻ മോശമായി നോക്കിയിട്ടോ അവരോട് മോശമായിട്ട് പെരുമാറിയിട്ടോ ഇല്ല. അവന്റെ ഉള്ളിൽ മുഴുവൻ അവന്റെ പാറുമോളാണ്. അതിനപ്പുറം അവൻ ആരെയും വേണ്ട, ആരെയും. അതെല്ലാം അവനൊരു ശല്യമാണ്. പക്ഷെ കാർത്തുവിനോട് അവനിത്തിരി സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. അതിന്റെ ചരടുപൊട്ടിയ സംസാരവും നിഷ്കളങ്കം നിറഞ്ഞ പെരുമാറ്റവും എല്ലാം ജിതിന് രസമായി തോന്നുന്നുണ്ട്. പക്ഷെ എന്ന് കരുതി അത് പ്രോത്സാഹിപ്പിച്ചാൽ ആ കുട്ടി അത് വേറെ ഏതെങ്കിലും ഇഷ്ടമാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? കാർത്തുവിന്റെ മുഖം അങ്ങ് വാടിപ്പോയി. അത് കണ്ടപ്പോൾ എന്തോ ജിതിനൊരു സങ്കടം. ഇനി കാണുമ്പോൾ ചേട്ടൻ എന്തായാലും തന്നേക്കാം. ഇനി കാർത്തുവിനെ കാണാൻ വഴിയില്ലല്ലോ എന്നൊരു ചിന്തയിൽ അവൻ കാർത്തുവിനെ സമാധാനിപ്പിച്ചു. കാർത്തു മറ്റെന്തോ ചോദിക്കാൻ വരുമ്പോഴാണ് തൊട്ടുപുറകിൽ നിന്ന് ജിതിനെ എന്ന് വിളിച്ചുകൊണ്ട് ആരോ വരുന്നു. ജിതിൻ അങ്ങ് നോക്കുന്നതിനൊപ്പം കാർത്തുവും തിരിഞ്ഞും നോക്കി. മുന്നിൽ കണ്ട കാഴ്ചയിൽ കാർത്തു രണ്ടോട്ടം കണ്ണ് തിരുമ്മി തുടച്ചു. നിറഞ്ഞ ചിരിയുമായി ജിതിന്റെ അടുത്തേക്ക് വരുന്ന നിരഞ്ജൻ. ഇങ്ങനെ ചിരിക്കുവോ? കാർത്തു ആദ്യം ചിന്തിച്ച അതാണ്. അതങ്ങ് ചിന്തിച്ചീർന്നപ്പോഴേക്കും ജിതിൻ അങ്ങ് ഓടി നിരഞ്ജന വന്ന് ആലിംഗനം ചെയ്തിരുന്നു. ദാ നീരു, എത്ര കാലയുടെ കണ്ടിട്ട്? ജിതിൻ കണ്ണിറച്ചുകൊണ്ട് പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന നിരഞ്ജന അടിമുടിയെ നോക്കി. നിരഞ്ജന്റെ കണ്ണിലുമുണ്ട് ജിതിനോടുള്ള സ്നേഹത്തിന്റെ തിരയിളക്കം. ഡിഗ്രിക്ക് ജിതിനും നിരഞ്ജനും ഒരുമിച്ചായിരുന്നു. അന്നെല്ലാം പൊതുവെ ഇൻട്രോവേർട്ടായ നിരഞ്ജനോട് കൂട്ടുകൂടാൻ ആകെയുണ്ടായിരുന്ന ജിതിൻ മാത്രമാണ്. തന്റെ സങ്കടങ്ങൾ തുറന്നു പറയാനും വിശക്കുമ്പോൾ ഭക്ഷണം മേടിച്ചു കൊടുക്കാനും സഹായം ആവശ്യം വരുമ്പോൾ സഹായിക്കാനും എല്ലാം നിരഞ്ജന്റെ ജീവിതത്തിൽ ചുരുക്കം ചിലരെ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരാൾ ജിതിനാണ്. കടലോളം സ്നേഹം ഉള്ളിലുള്ളവൻ നിരഞ്ജന്റെ ജിതിൻ. ധന്യമായി അന്നുണ്ടായ പ്രശ്നത്തിൽ പിന്നെ നിരഞ്ജൻ പിന്നെ കോളേജിൽ പോവാതെയായി. ജാനകി അമ്മ കൂടെ നിരഞ്ജന്റെ കൂടെ വന്നപ്പോൾ ആ നാടുപേക്ഷിച്ച് നിരഞ്ജൻ മറ്റൊരു കോളേജിൽ പോയി ചേർന്നു. സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നാളിതുവരെ രണ്ടാളും കണ്ടെത്തിയതുമില്ല. ഇരുവർക്കും പറഞ്ഞു തീർക്കാൻ കുന്നോളം വിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നേരം അത്രയും രണ്ടാളുടെയും സ്നേഹപ്രകടനം കണ്ടു നിൽപ്പാണ് കാർത്തുവും ഹരിയും. ഇവര് തമ്മിൽ എങ്ങനെ അറിയാം? കാർത്തു ഹരിയുമായി ഒരു സമാധാന ഉടമ്പടി ഒപ്പിടാൻ തീരുമാനിച്ചു. ആവോ, ആർക്കറിയാം? ഹരി കൈമലത്തി. ഹരി ജിതിന്റെ നാട്ടിലെ സുഹൃത്താണ്. ഒപ്പം പഠിച്ചിട്ടില്ല ഇരുവരും ഇതുവരെ. ഇപ്പോൾ ചങ്കും കരലുമാണെങ്കിലും ജിതിന്റെ കൂടെ പഠിച്ച ചങ്ങളെ പറ്റി ഹരിക്ക് വലിയ ധാരണയൊന്നുമില്ല. അതേ, ഞാൻ വേറൊരു കാര്യം പറഞ്ഞോട്ടെ? ഹരി കാർത്തിനോട് അല്പം സൗമ്യമായി ചോദിച്ചു. എന്താ? ജിതിന്റെ കല്യാണം കഴിഞ്ഞതാ. കാർത്തുവിന്റെ ചാട്ടം ഇത് എങ്ങോട്ടായെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഹരി അത് കാർത്തുവിനോട് തുറന്നു പറഞ്ഞതും. പുറകിൽ നിന്ന് ചക്ക വെട്ടിയിട്ട പോലെ ഒരു ശബ്ദം കേൾക്കുകയാണ് ജിതിന് അവന്റെ നീരവും തിരിഞ്ഞു നോക്കുന്നത്. ദേ കിടക്കുന്ന ഒരുത്തി നടുറോട്ടിൽ. യോ കുട്ടി കുട്ടി,
ഹരി അവളുടെ മുഖത്ത് തട്ടി വിളിച്ചു. ഡാ ഇത് അടിയാന്ന് തോന്നുന്നേ. ഹരി പേടിയോടെ ജിതിനെ നോക്കി. അപ്പോഴാണ് നിരഞ്ജന ആ പെൺകുട്ടിയുടെ മുഖം ശ്രദ്ധിക്കുന്നു. അത് കാർത്തുവാണെന്ന് തിരിച്ചറിയുന്നു. എന്നാലും അങ്ങേരെ പോലെ ഒരു മനുഷ്യനൊക്കെ തേച്ചിട്ട് പോയുള്ള വല്ലാത്തൊരു പെണ്ണ് തന്നെ. കാർത്തുവും പക്രുവും പാറും കൂടെ വട്ടമേ സമ്മേളനത്തിനാണ് അന്നേരം. ബോധം വന്നപ്പോൾ കാർത്തുവിന് ഹരി തന്നെയാണ് ബാക്കിയുള്ള കഥ കൂടെ പറഞ്ഞു കൊടുത്ത്. ഇത് തനിക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നല്ലോ എന്നും ചോദിച്ച് അവൻ നേരെ ചാട്ടം ചാടി കാർത്തു. പറയാനൊരു ഗ്യാപ്പ് വരണ്ടേ, അപ്പോഴേക്കും ബോധം കിട്ട് വീണില്ലേ എന്ന് ഹരി. അതന്യെ പോലെ വല്ല താടകളും ആയിരിക്കും അയാളുടെ ഭാര്യ, പാറു ആലോചനയോടെ പറഞ്ഞു. അങ്ങേരെയൊന്നും ഉപേക്ഷിച്ചു പോയവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. കാർത്തു തലയിൽ കൈവച്ച് അറിഞ്ഞ് പ്രാകുന്നുണ്ട്. അതെ അതെ, പാറു ഒപ്പം കൂടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ പാറുവിന്റെ മൂക്ക് നന്നായി ചൊറിഞ്ഞു വരുന്നുണ്ട്. എന്നാ ശശി, ആരും എന്നെ പറ്റി കുറ്റം പറയും തോന്നുന്നു. പാറു മൂക്കൊന്നുകൂടെ തിരുമ്മിക്കൊണ്ട് പറഞ്ഞു. എന്നാലും നിന്റെ ആ സൂപ്പർമാൻ നിരഞ്ജൻ സാറിന്റെ ഫ്രണ്ടാണെന്ന് പറയുമ്പോഴാ എനിക്കൊരു കല്ലുകടി. പക്രു ആലോചനയോടെ പറഞ്ഞു. അതിനെന്താ, ആ കാലമാരുടെ സ്വഭാവം തന്നെ ആയിരിക്കും എന്നൊരു പേടി. പക്രു തന്റെ ആശങ്ക മറച്ചു വെച്ചില്ല. നിരഞ്ജൻ സാർ അത്ര മോശമെന്നല്ല. എടുത്തടിച്ചപ്പോഴുള്ള പാറുവിന്റെ ആ പറച്ചിലിൽ കാർത്തുവും പക്രുവും മാത്രമല്ല, അടിച്ചു പാമ്പായി മൂലയിൽ കിടന്നിരുന്ന കാർന്നൂര് വരെ ഞെട്ടിപ്പോയി. എന്താ ചേച്ചി ഇപ്പൊ പറഞ്ഞേ? കാർത്തു കണ്ണുമിഴിച്ചിരും ചോദിച്ചു. അങ്ങേരത്ര മോശമൊന്നല്ലാന്ന്. പാറു ചിരിയോടെ അഴിഞ്ഞിലഞ്ഞ മുടിയും കെട്ടിക്കൊണ്ട് എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു. എടാ പക്രു, നീനൊന്നുള്ളിക്കേ. ഈ ചേച്ചി പറയുന്ന നോണയിലെന്ന് എനിക്ക് തന്നെ എന്നെ ഒന്ന് വിശ്വസിപ്പിക്കാനാ. പക്ഷേ അന്നേരം അത്രയും പക്രു സ്വന്തം കയ്യിൽ നുള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേന്ന് പാറു ജോലിക്ക് ചെല്ലുമ്പോൾ ജാനകിയമ്മയും തന്നെ അവിടെ ഇല്ല, ഗുരുവായൂർ പോയിരിക്കുകയാണെന്ന്. നിരഞ്ജൻ സ്റ്റേഷനിലേക്കും പോകാനൊരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ഒരുവിധം പാറു പണികളെല്ലാം തീർത്തു. നിരഞ്ജനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആ ടേബിളിലേക്കും വെച്ചു. നിരഞ്ജൻ തിരക്കിട്ട് കഴിക്കാൻ വന്നിരുന്നപ്പോഴാണ് പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. താനും നോക്കാവോ? നിരഞ്ജൻ ചോദിച്ചപ്പോൾ പാറു തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് വന്നു. വാതിലങ്ങ് തുറന്നപാടെ അനുഗ്രഹിക്കണ ഏടത്തിയമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഉരുപ്പിടി പാറുവിന്റെ കാലിലേക്ക് അങ്ങ് വീണു. ആ കാഴ്ചയിൽ നിരഞ്ജനും ചാടി എഴുന്നേറ്റു. കമിഴ്ന്നടിച്ചുള്ള ആളുടെ ആ വീഴ്ചയിൽ വന്നയാളുടെ മുഖം നിരഞ്ജൻ കൃത്യമായി കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈശ്വര, എന്താ ഇത്? പാറു ഉമിനീർ വിലങ്ങി നിന്നുപോയി. ആരാടി ഇത്? നിരഞ്ജൻ അവളെ നോക്കിയിട്ട് ചോദിച്ചു. ആ കമിഴ്ന്നടിച്ച് കിടക്കുന്നവൻ അവളെ ഏടത്തിയമ്മയെന്ന് വിളിച്ച് നിരഞ്ജൻ വ്യക്തമായി കേട്ടതുമാണല്ലോ. പാറു ഭയത്തോടെ അവനെ നോക്കി. ഏട്ടാ, ഇത് ഞാനാ. ജയൻ മുഖമുയർത്തി നിരഞ്ജനെ നോക്കി. ജയനെ കണ്ട നിരഞ്ജനൊന്ന് ഞെട്ടി. ജയൻ പതിയെ പാറുവിന്റെ കാലിൽ നിന്ന് എഴുന്നേറ്റു. നീ എന്താടാ ഇവിടെ? ഞാൻ ഏടത്തിയേട്ടനെയും കാണാൻ വന്ന. ആ മൂദേവി ഇങ്ങോട്ട് പോകുന്ന ഞാൻ കണ്ടു. അന്നേരം വന്ന ഏടത്തി വിവരങ്ങളെല്ലാം പറഞ്ഞില്ല ഏട്ടാ. എന്നെ അവിടെ ആ കള്ളപ്പരാതിയിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. കണ്ണു തുടച്ച് മൂക്കം വലിച്ചുകൊണ്ടാണ് ജയൻ ചോദിക്കുന്നത്. ഏടത്തിയോ? ഏതെടുത്തി? നിരഞ്ജൻ പൊട്ടന ആട്ടം കാണുന്ന പോലെ നിന്നുപോയി. ഈ നിൽക്കുന്ന ഏടത്തി ഇന്നാള് കണ്ടപ്പോ പറഞ്ഞല്ലോ ഏട്ട വിവാഹം ചെയ്യാൻ പോകുന്ന പാറു ഏടത്തിയാണെന്ന്. ജയൻ ഇരുവരെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. ചിലപ്പോഴൊക്കെ ശുദ്ധം ദുഷ്ടന്മാരുടെ ഫലം ചെയ്യുന്ന കാരണവന്മാര് പറഞ്ഞ് എത്ര ശരിയാ. പാറു മനസ്സിലോർത്തു. നിരഞ്ജൻ പാറുവിനെ കണ്ണൂർപ്പിച്ചു നോക്കി. പാറു വിളറിയൊരു ചിരി പാറുവിനെ നോക്കി ചിരിച്ചു. ഏട്ടാ, എന്റെ കാര്യം. ജയൻ ഒരിക്കൽ കൂടി മൂക്ക് വലിച്ച് നിരഞ്ജനോട് ചോദിച്ചു. ജയൻ ചെല്ലാൻ നോക്ക്, ഞാനൊന്ന് ആലോചിക്കട്ടെ. നിരഞ്ജൻ പതിയെ പറഞ്ഞു. ജയനോട് ഒരു ഇത്തിരി ദേഷ്യമുള്ളിൽ കിടന്നിരുന്ന നിരഞ്ജന് ധന്യയുടെ പല തീരുമാനങ്ങൾക്കും കൂട്ടുന്നിരുന്ന ജയനായിരുന്നു പണ്ട്. എന്തായാലും അതിനുള്ളെല്ലാം കണ്ടറിഞ്ഞ് ദൈവം അവന് കൊടുക്കുകയും ചെയ്തു. അതെന്തായാലും നന്നായി. നിരഞ്ജന്റെ സ്വരത്തിൽ അല്പം മയമുണ്ട്. അതുകൊണ്ട് തന്നെ ജയനും പകുതി സമാധാനമായി. ഈ ഏറും പിടിച്ച് നടക്കുന്നുണ്ടെങ്കിലും നിരഞ്ജന്റെ ഉള്ളു പൊള്ളയാണെന്ന് ജയന് നന്നായിട്ട് അറിയാം. ഇല്ലായിരുന്നെങ്കിൽ എന്നെ അങ്ങേര് തനിയെ ചുമലിൽ തൂക്കിയേനെ. അതിന് മാത്രമുള്ള ആ ദ്രോഹി ഇങ്ങരോട് ചെയ്തിട്ടുണ്ട്. ആ, എന്നാ ഞാൻ പോയിക്കോട്ടെ. ചേട്ടാ, ചേട്ടത്തി. ജയൻ ഇരുവരെയും നോക്കിക്കൊണ്ട് അനുവാദം ചോദിച്ചു. പാറു ഉമിനീര് വിഴുങ്ങിക്കൊണ്ട് യാന്ത്രികമായി തലയാട്ടി. ഒരു കടുവക്ക് മുന്നിൽ തന്നെ ഇട്ടുകൊടുത്തിട്ടാവാൻ പോകുന്നു എന്നുകൂടെ പാറു ഓർത്തു. ജയൻ അങ്ങ് ഇറങ്ങിയപാടെ ഉള്ള ജീവനും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുനിഞ്ഞവളെ നിരഞ്ജൻ വലിച്ച് ഉള്ളിലേക്ക് തന്നെ ഇട്ടു. വാതിലിന്റെ കുറ്റിയിട്ടുകൊണ്ട് നിരഞ്ജൻ അവളെ കണ്ണൂർപ്പിച്ച് നോക്കി. സർ, മാറിക്കേ, എനിക്ക് പോണം. ഓടി വന്നുകൊണ്ട് ആ കുറ്റി നീക്കാൻ ശ്രമിക്കുന്നവളെ നിരഞ്ജൻ ആ ചുമരിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇരു കൈകളും വെച്ച് അവളെ തടഞ്ഞു. പാറു പിടയുന്ന മിഴികളോട് അവനെ നോക്കി. നീ എന്നെ കല്യാണം കഴിക്കാൻ പോവാണോ? കണ്ണ് ചുരുക്കിക്കൊണ്ട് നേരത്തെ സ്വരത്തിൽ ചോദിക്കുന്നവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി പാറു. അവനിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഭാവം പാറു കാണുന്നത്. ചോദിച്ചു കേട്ടില്ലേ, നീയാണോ എന്റെ ഭാവി വധൂന്ന്? നിരഞ്ജൻ പിന്നെയും ചോദിച്ചു. പാറു പതിയെ വിലങ്ങനെ തലയാട്ടി. അപ്പൊ നീ എന്നെ വിവാഹം ചെയ്യില്ലേ? ഇല്ല. അതെന്താ ചെയ്യാത്ത? പാറു അവനെ തന്നെ ഉറ്റുനോക്കി. ഇങ്ങനെ ഒരു ഭാവം ഇന്നവരെ അവനിൽ പാറു കണ്ടിട്ടില്ലല്ലോ. പറ, താൻ എന്നെ വിവാഹം ചെയ്യില്ലേ എന്ന് ചോദിക്കുന്നതിനൊപ്പം നിരഞ്ജൻ പതിയെ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചു. പാറു തൊട്ടടുത്ത നിമിഷം ഇറുക്കെ കണ്ണടച്ചു കളഞ്ഞു. നിരഞ്ജൻ അവളെ തന്നെ നോക്കി. മനസ്സിൽ ഈ മുഖം വന്ന് കൂടിയിട്ട് എത്ര ദിവസങ്ങളായെന്നോ.
പക്ഷേ ഉള്ളിലുള്ളത് അവളോട് എങ്ങനെ പറയണം, എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നിരഞ്ജൻ അറിയില്ല, ഒട്ടും അറിയില്ല. ഇതിപ്പോ ജയന്റെ രൂപത്തിൽ ദൈവം നേരിട്ട് ഇറങ്ങി വന്നാണ്. കിട്ടിയ വിവരം അങ്ങനെ വെറുതെ ഒഴിവാക്കി വിടാൻ നിരഞ്ജനും തയ്യാറല്ല. നിരഞ്ജൻ പതിയെ ആ മുഖത്തേക്ക് ഊതി. ആ ചൂട് നിശ്വാസം മുഖത്ത് വന്ന് തട്ടിയപ്പോൾ പാറു ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു. ആദ്യം നോട്ടമുടക്കിയത് പോലീസിന്റെ ആ കണ്ണുകളിലേക്കാണ്. അതിൽ നിറയെ താൻ. ആ കണ്ണുകളിൽ എന്തോ ഒന്ന് തളിർത്ത് വരുന്ന പാറു കണ്ടു. ഈശ്വര, കടുവയ്ക്ക് എന്നോട് പ്രേമോ? പാറങ്ങുള്ളിൽ വിചാരിച്ചപാടെ നിരഞ്ജൻ അവളെ തലക്കിട്ടൊരു കൊട്ടുകൊടുത്തിരുന്നു. മേലാൽ ഇമാതിരി തോന്നിയാസം പറഞ്ഞു നടക്കരുത്, കണ്ണൊന്നുരുട്ടിക്കൊണ്ട് നിരഞ്ജൻ പറഞ്ഞു. പാറു അവനെ സൂക്ഷിച്ചൊന്നുകൂടെ നോക്കി. നേരത്തെ നിരഞ്ജന്റെ കണ്ണിൽ തളിർത്ത ആ കുഞ്ഞു പുഷ്പം വാടിക്കരിഞ്ഞു പോയിരിക്കുന്നു. നിരഞ്ജൻ അപ്പോഴേക്ക് ആ മുറിയിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. ഇപ്പൊ നടന്നൊക്കെ സ്വപ്നമാണോ എന്നൊക്കെ പാറു ചിന്തിച്ചു പോയി. അവൾ സ്വയം നെഞ്ചിലൊന്ന് കൈവച്ചു. ഹൃദയം പടപടാന്ന് മിടിക്കുന്നുണ്ട്. അപ്പൊ സ്വപ്നമല്ല. ആ വാതിലിനപ്പുറം മറ്റൊരുവന് നെഞ്ചിൽ കൈവച്ച് നിൽപ്പായിരുന്നു. അവന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി. 4 ഗുണ്ടകളെ കുനിച്ചിർത്തി കൂമിനടിക്കാൻ പറഞ്ഞ താൻ നിഷ്പ്രയാസത ചെയ്യും. പക്ഷെ ആ നിൽക്കുന്ന ഒരുത്തിയെ വളച്ചെടുക്കാൻ ഒരു ഇത്തിരി പാടാണെന്ന് അവന് തോന്നി. നിരഞ്ജൻ മുന്നിലുള്ള കണ്ണാടിയിൽ സ്വന്തം രൂപം നോക്കി. ഒരിത്തിരി പണിപ്പെടേണ്ടി വന്നാലും നിനക്കാ നിൽക്കുന്നവള് മതി നിരഞ്ജ. അവൻ സ്വന്തം പ്രതിബിംബത്തോട് നോക്കി സംസാരിച്ചു. വളച്ചെടുക്കാൻ ഇത്തിരി പാടാ, അതിനെന്താ, ഒരു നല്ല കാര്യത്തിനല്ലേ, പാടുവിട്ടേക്കാം. ആ മിട്ടുപോലെ നിൽക്കുന്നവള് ജീവിതത്തിലേക്ക് വന്നാലേ ഒരിത്തിരി ഓളെല്ലാം ജീവിതത്തിൽ ഉണ്ടാവും. നിരഞ്ജൻ ആ കണ്ണാടിയിൽ നോക്കി മീശി പിടിച്ചുകൊണ്ട് ഒരു കള്ളച്ചിരിയോട് ആലോചിച്ചു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പാറുവിന് നിരഞ്ജനെ നോക്കാൻ തന്നെ ഒരു ചമ്മലാണ്. നിരഞ്ജനാണെങ്കിൽ പണ്ടത്തെ മൂശേട്ട സ്വഭാവമെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ കാണുമ്പോ അവനൊരു ആക്കിച്ചിരിയാണ്. 2 ദിവസം മുമ്പേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ പുറകിലൂടെ വന്ന് എനിക്കും കൂടെ കുറച്ച് വെള്ളം എടുത്തു തരാവോ ഭാര്യ എന്നൊരു ചോദ്യം. ആ വിളിയിൽ കുടിച്ചിരുന്ന വെള്ളം നെറുകും തലയിൽ കയറി താൻ പടാവാതിരുന്ന കാരണവന്മാർ ചെയ്ത പുണ്യം. പാറു നെടുവീർപ്പോടെ ആലോചിച്ചു. ഇതിലും നല്ലത് അങ്ങേര് പണ്ടത്തെ പോലെ ഏറും പിടിച്ച് നടക്കുന്ന തന്നെയായിരുന്നു എന്നോർത്തു പാറു. എന്നാലും എന്റെ ജയ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. നിനക്കെന്താ ഇതിന് ഭ്രാന്താണോ? നിന്നെ വേണ്ടെന്ന് പറഞ്ഞൊരുത്തി പോയിട്ടുണ്ടെങ്കിൽ അവൾ അത്രയും മോശമായിരിക്കും, നിരഞ്ജൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്കങ്ങനെ അവൾ മറക്കാൻ കഴിയില്ലടാ. എൻ്റെ ജീവൻ തന്നെ അവളായിരുന്നു. ഞാൻ ജീവിക്കുന്ന അവൾക്ക് വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും അവൾ തിരികെ വരും, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്ന പോലും. ജിതിൻ നിറഞ്ഞു വരുന്ന കണ്ണുകൾ ഷർട്ടിന്റെ കോളിൽ തുടച്ചു. നിരഞ്ജൻ അലിവോടെ ജിതിനെ നോക്കി ഇരുന്നു പോയി. എന്നാലും ജിതിനെ പോലെ ഒരു നല്ല മനുഷ്യൻ ഇട്ടിട്ട് പോയവൾ ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ലെന്ന് അവൻ ഉറപ്പായിരുന്നു. അന്ന് പതിപോലെ സ്റ്റേഷനിൽ തിരികെ വരികയായിരുന്നു നിരഞ്ജൻ. വീട്ടിൽ അമ്മയും ധന്യവും ഇല്ല. അമ്മ അവന്റെ വീട്ടിൽ പോയേക്കുവാണ്. ധന്യ വന്നതിൽ പിന്നെ പഴയ ബന്ധവും സ്വന്തവും എല്ലാം കുത്തിപ്പൊക്കി തുടങ്ങിയിട്ടുണ്ട്. ജാനകി അമ്മയ്ക്കുണ്ട് ചെറുതായ ചില മാറ്റങ്ങൾ. നിരഞ്ജൻ അത് മനസ്സിലാവാഞ്ഞിട്ടല്ല, അവൻ പലതും കണ്ടില്ലെന്ന് അടിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി. പട്ടിയുടെ വാല് 12 കൊല്ലം കുഴയിലിട്ടെന്താ പട്ടിക്കും കൂടെ തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്. ആ പറഞ്ഞ പോലെയാണ് ധന്യയുടെ അവസ്ഥ. അവള് നേരെയാക്കാൻ നിൽക്കുന്നതിന് നല്ല കടയിലെ വെള്ളം വറ്റിക്കലാണ്. അതാകുമ്പോൾ ഇതിലും എളുപ്പമുണ്ട്. നിരഞ്ജൻ നെടുവീർപ്പോടെ ഓർത്തു. ഇപ്പോൾ നിരഞ്ജൻ ആകെയുള്ള ഒരു ആശ്വാസം പാറുവാണ്. അവളിട്ടിങ്ങനെ വട്ടുകളിപ്പിക്കാൻ നല്ല രസമുണ്ടെന്ന് ഓർത്തു നിരഞ്ജൻ. ഒരു ദിവസം അവളെ കണ്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം തന്നെ ശോകമാണ്. അന്നത്തെ ദിവസം തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം പോലെയാവും. പിന്നെ പിറ്റേന്ന് അവളൊന്ന് കാണണം, അതൊന്ന് കളറായി കിട്ടാൻ. പാറുവിന്റെ കടക്കുമ്പിലെത്തിയപ്പോൾ നിരഞ്ജൻ തലയിരിച്ചങ്ങും നോക്കി. രാത്രി ഏറെ നേരം വൈകിട്ടുണ്ട്. ഏന്തി വലിഞ്ഞു നോക്കിയാലും അവളെ കാണില്ലെന്നറിയാം. അവളിപ്പോൾ 2 ഉറക്കം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇതിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ ഒന്ന് തലയിട്ട് നോക്കാൻ തോന്നുന്നു നിരഞ്ജന്. അനുസരണയില്ലാത്ത മനസ്സ്, അടങ്ങ് ഹൃദയമേ. നിരഞ്ജൻ ഹൃദയത്തെ ശാസിച്ചു. എന്നാൽ തൊട്ടടുത്ത നിമിഷമാണ് ആ കടക്ക് മുന്നിൽ നിന്ന് തിരിയുന്ന 2 പേരെ നിരഞ്ജൻ ശ്രദ്ധിക്കുന്നത്. നിരഞ്ജൻ വേഗത്തിൽ വണ്ടി നിർത്തി ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. ആ 2 വെളിച്ചമായിരുന്നിട്ട് കൂടെ അന്ന് പ്രശ്നമുണ്ടാക്കിയ ലോറിക്കാരാണെന്ന് തിരിച്ചറിയാൻ നിരഞ്ജൻ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല. ഇങ്ങനെയൊരു തിരിച്ചുവരവ് അന്നേ നിരഞ്ജൻ കണക്കൂട്ടിയതായിരുന്നു. അങ്ങനെ ഒരു പെണ്ണിന്റെ വെട്ടും കൊണ്ട് തിരികെ പോകുന്നവരല്ല അവരെന്ന്. നിരഞ്ജൻ വണ്ടി ഒതുക്കിക്കൊണ്ട് വേഗത്തിൽ അതിൽ നിന്ന് ഇറങ്ങി. നിരഞ്ജൻ ഉറക്കെ അലറി. തൊട്ടടുത്ത നിമിഷം 2 പേരും ഒരുപോലെ തിരിഞ്ഞു നോക്കി. നിരഞ്ജനെ ആ പോലീസ് യൂണിഫോമിൽ കണ്ടതോടെ 2 ആളും ചിതറിയോടാൻ തുനിഞ്ഞു. എന്നാൽ കൃത്യമൊരുത്തന്റെ ഷർട്ടിന്റെ കോളിൽ നിരഞ്ജന് പിടുത്തം കിട്ടി. അവൻ ആ കോളിൽ പിടിച്ചാലും വലിച്ചു നിലത്തിട്ടു. വയറിലേക്ക് ആഞ്ഞു ചവിട്ടി. നിന്നോടൊക്കെ ഞാൻ അന്നേ പറഞ്ഞടാ, തിരിച്ച് ഈ വഴിക്ക് വന്നേക്കരുതെന്ന്. അയാൾ ഉറക്കെ അലറിപ്പോയി. കൂട്ടാളി പിടിക്കപ്പെട്ടു എന്ന് കണ്ടതോടെ ഓടി പകുതി വഴി എത്തിയവൻ തിരികെ ഓടി വന്നു. നിരഞ്ജന്റെ നേരാവ് മുഷ്ടി ഉരുട്ടിക്കൊണ്ട് കൈവീശി. അടുത്ത നിമിഷം നിരഞ്ജൻ അത് പിടിച്ചെടുത്തു. അവന്റെ കണ്ണുകളിൽ വന്യമായ തിളക്കം വന്ന് നിറഞ്ഞു. നിരഞ്ജൻ വലത്തെ കൈ നിവർത്തിക്കൊണ്ട് കൈ നീട്ടി ഒരു അടിയടിച്ചു. ആ അടിയുടെ ശക്തിയിൽ അയാൾ നിലം തൊട്ടിരുന്നു. പക്ഷേ തൊട്ടടുത്ത നിമിഷം താഴെ കിടന്നിരുന്നവനെ ഒളിപ്പിച്ചു വെച്ച കത്തി നിരഞ്ജന്റെ വയറിലേക്ക് കുത്തിയിറക്കിയിരുന്നു. കുത്തുകൊണ്ടെടുത്ത് കൈവച്ച് അമർത്തിക്കൊണ്ട് നിരഞ്ജൻ ഉറക്കെ ചീറി. കളഞ്ഞിട്ട് വാളാ. കുത്തുകൊണ്ടവൻ വേഗത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് ആ നിർത്തിയിട്ടിരിക്കുന്ന ലോറിലേക്ക് കയറി. കൂടെ കൂട്ടാളിയും.
നിരഞ്ജന്റെ അലർച്ചയിൽ പുറത്തെ ലൈറ്റുകളൊട്ടാതെ തെളിയുകയും കഥകു തുറന്ന് പാറും കാർത്തി ഇറങ്ങി വരികയും ചെയ്തു. അയ്യോ സാർ, എന്തു പറ്റി? പാറു വേദന തിങ്ങിയ മുഖത്തോടേക്ക് നിരഞ്ജനെ നോക്കിക്കൊണ്ട് ഓടി വന്നു. എന്തുണ്ടായി? കുത്തുകൊണ്ടു. ആരാ കുത്തിയെ? പാറു പിന്നെയും ചോദിച്ചു. എന്റെ കാലൻ. നിരഞ്ജൻ അവളെ നോക്കി കണ്ണുരുട്ടി. നിന്ന് ഇന്റർവ്യൂ എടുക്കാൻ സ്റ്റേഷനിലേക്ക് വിളിക്കടി, ഇല്ല ഞാനിപ്പോ പടാവും. നിരഞ്ജൻ ഗതിയിട്ട് പറഞ്ഞുപോയി. അതോടെ കാർത്തി വേഗം ഉള്ളിലേക്ക് ഓടി. വേഗത്തിൽ അശോകേട്ടനെ തന്നെ വിളിച്ചു. പാറു അപ്പോഴേക്ക് അവനെ താങ്ങി പിടിച്ചുകൊണ്ട് ആ ബെഞ്ചിലേക്ക് ഇരുത്തിയിരുന്നു. അശോകേട്ടൻ വന്നതും നിരഞ്ജനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയതെല്ലാം ഞൊടിയിടയിലായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.